അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള ഉസ്താദുമാരെ, നമ്മളിപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഈ ഡിസൈനിങ് ഒക്കെ ഒന്ന് ലെവലായി ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതുപോലെ നിങ്ങൾക്കും വേണമെങ്കിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്യാം. ഞാനും ഇതുപോലെ ഒരു ഉസ്താദിൻ്റെ വീഡിയോ ഒന്ന് പഠിച്ചത് തന്നെയാണ്. അപ്പോൾ അത് നമുക്കും ഒന്ന് ലെവലായപ്പോൾ നമ്മളും അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ റമദാനിക്കും അതിൻ്റെ മുമ്പൊക്കെ ആയിട്ട് ഒരുപാട് ഇതേമാതിരി ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാ. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും വേണമെങ്കിൽ ചെയ്യുക. അത് ഒരുവിധം ഫോണിലൊക്കെ ഇങ്ങോട്ട് മുകളിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ടാവും സ്ക്രീൻ റെക്കോർഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. സ്ക്രീൻ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷന് ഒട്ടുമിക്ക ഇറങ്ങുന്ന ഫോണുകളിലൊക്കെ അതുണ്ട്. നേരെ ഇങ്ങോട്ട് താഴത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇതാ ഇവിടെ കാണാം സ്ക്രീൻ റെക്കോർഡിംഗ് എന്ന് ഇവിടെ കാണാം. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചുങ്ങാണ്ട് ആ മൈക്കിൻ്റെ റെക്കോർഡ് മൈക്രോഫോൺ സൗണ്ട് എന്നില്ലേ, അതൊന്ന് ഓണാക്കിയിടണം. അത് ചിലപ്പോൾ എന്താവില്ല, ചിലതിൽ ഓണാവില്ല. അപ്പോൾ അതൊന്ന് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ മൈക്രോഫോൺ സൗണ്ട് എന്നില്ല അതും സിസ്റ്റം സൗണ്ട് എന്നില്ല ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഓണാക്കിയിടണം. ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേമാതിരി എന്ത് ചെയ്യുക, വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ അത് മാത്രമല്ല, നമ്മളെ മദ്രസയിലെ കുട്ടികൾക്കൊക്കെ ചില സൂറത്തുകളൊക്കെ ചെറിയ സൂറത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതേമാതിരി ഓരോ ഭാഗങ്ങൾ മാർക്ക് ചെയ്തുങ്ങാണ്ട് കുട്ടികൾക്ക് നിയമങ്ങളും വകുപ്പുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ കഴിയും. ഒന്നിന് മാത്രമല്ല ഈ സ്ക്രീൻ വീഡിയോ ഉപയോഗിക്കുക. അപ്പോൾ നമ്മളെ ഖുർആനിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ തബാറക സൂറത്ത് നിത്യമായിട്ട് ഓതുന്ന ഈ രണ്ടായത്തൊക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ ഔറാദ് വൽ മനാക്കിബ് എന്നുള്ളതിൽ ഇപ്പോൾ ഖുർആൻ മൊത്തം ഇറങ്ങിക്കണം. ആദ്യം അങ്ങനെ ഉണ്ടാകുന്നില്ല. ആദ്യം പിന്നെ 4-5 സൂറത്തുകൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ സൂറത്തുൽ മുൽക്കൊക്കെ കുട്ടികൾക്ക് ഇതേമാതിരി പഠിപ്പിച്ചു കൊടുക്കാൻ ഇതെന്ത് ചെയ്യും, വളരെ ഉപകരിക്കും. ഓരോ നിയമങ്ങളൊക്കെ തബാറക്കല്ലദീ ബിയദിൽ മുൽക്കും വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക, ഇവിടെ ഷൈഇൻ ഖദീർ ഇവിടെ ഇഖ്ഫ ആണ്. അപ്പോൾ അതേ രീതിയിൽ ആ കുട്ടികൾ എന്ത് ചെയ്യപ്പെടും, അതിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അഹ്സനു അമല പിന്നെ അവിടെ കൂട്ടി ഓതുകയാണെങ്കിൽ ഇദാമും ബ്യൂന്നയാണ് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അവിടെ കൂട്ടി ഓതുകയാണെങ്കിൽ ഇദാമും ബ്യൂന്നായിട്ടാണ് വരിക. തിബാക്കമ്മ അവിടെ ഇതേമാതിരി ഇദാമും ബ്യൂന്നയാണ് വരിക. ഇങ്ങനെ കുട്ടികൾക്ക് നമുക്ക് മാർക്ക് ചെയ്തും കണ്ട് 2-3 ആയത്ത് വീതമൊക്കെ പഠിപ്പിച്ചാൽ തജ്വീദിൻ്റെ നിയമപ്രകാരം കുട്ടികൾക്ക് ഓതാൻ പരിശീലിപ്പിക്കാനൊക്കെ ഇത് കഴിയും. അതിനൊക്കെ ഈ പിന്നെ സ്ക്രീൻ വീഡിയോ നമുക്ക് ഉപകരിക്കും. അല്ലാതെ ഈ പോസ്റ്റർ ഡിസൈനിങ്ങിന് മാത്രം എല്ലാത്തിനും പറ്റും. ഒന്നും വേണ്ട, നമുക്ക് കുട്ടികൾക്ക് ടോപ്പ്ലെസ് ഒന്നും കിട്ടിയില്ലെങ്കിലും തജ്വീദിൻ്റെ നിയമപ്രകാരം ഒരു കുട്ടിക്ക് ഓതാൻ ശീലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാനാവും മതിയാവും. അപ്പോൾ ആ കാര്യമൊക്കെ എല്ലാം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാ. ഖുർആൻ പറഞ്ഞാൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും സാക്ഷി നിൽക്കുന്നല്ലേ. പരിശുദ്ധമായ റമദാനിൽ ഖുർആൻ ഇറങ്ങിയ വർഷമാണ്. അല്ലാഹു തആല അനുകൂലമായിട്ട് സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.